ഇന്നത്തെ എൻ്റെ ചിറ്റ് ചാറ്റിൽ ലൂസ് ടോക്കിൽ പങ്കെടുക്കുന്നത് ഫാദർ എബ്രഹാം മുളമൂട്ടിലാണ്. മാക്ഫാസ്റ്റ് നിങ്ങൾ കേട്ട് കാണാം. അതുപോലെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. അപ്പം ഇതിൻ്റെയൊക്കെ അത് കൊണ്ടുവരികയും ഒക്കെ ചെയ്താണ്. ഏകദേശം 5ഓളം ബുക്സുകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് തിരുവല്ലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പോയിട്ട്. ഇപ്പം ഏകദേശം റിട്ടയർമെൻറ്റ് ലൈഫാണെങ്കിൽ അദ്ദേഹം വളരെ ആക്റ്റീവാണ്. പല സെമിനാറിലും പലയിടത്തും പോകാറുണ്ട് ശ്രീ ഫാദർ എബ്രഹാം മുളമൂട്ടിൽ. ഒരു കാത്തലിക് അച്ഛൻ എന്നതിനേക്കാൾ ഉപരി വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയിലെ ബിസിനസ്സിനെയും കേരളത്തിൻ്റെ ഇതിനെപ്പറ്റിയും എക്കോണമിയെ പറ്റിയും അദ്ദേഹം 5ൽ പരം ബുക്സ് തന്നെ എഴുതിയിട്ടുണ്ട്. ബേസിക്കലി 2014 അതായത് ഈ റുപ്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിക്കാനുണ്ട്. അദ്ദേഹം റെഗുലറായിട്ട് അദ്ദേഹവുമായിട്ട് ഇതേപോലെ ഓൺലൈനിൽ ഇനി നമുക്ക് മീറ്റിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതേപോലെ ചിറ്റ് ചാറ്റും ഒരു ടോക്ക് ഷോ ഒക്കെ ആയിട്ട്. അച്ഛാ നമസ്കാരം. അപ്പോൾ നമസ്കാരം. അപ്പോൾ ഏകദേശം നമ്മളത് കണ്ടിട്ട് ഏകദേശം 1.5 വർഷമായില്ലേ? 1.5 വർഷമായി. അപ്പം അച്ഛൻ, ഞാൻ ഇപ്പോഴത്തെ ഈ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, അതായത് പി രാജീവ്, അദ്ദേഹം റീസെൻ്റ്ലി ഒരു സെമിനാറിൽ കമൻ്റ് ചെയ്തു. ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കിയിട്ട് അതേപോലെ ചാറ്റ് GPT നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിലോട്ട് റിവേഴ്സ് മൈഗ്രേഷൻ, അതായത് ഈ പ്രൊഫഷണൽസ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏകദേശം 40,000 പേരോളം കേരളത്തിലോട്ട് വരുന്നു. അതേപോലെ ചാറ്റ് GPTയുടെ കണക്കെടുത്തിട്ട് അദ്ദേഹം പറയുന്നു കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ സംഭവങ്ങൾ വളരെ കൂടി. അപ്പം എനിക്കിവിടെ അറിയാം, ഞാൻ ഡൽഹിയിലാണ്. ലിങ്ക്ഡിനിലുള്ള അവിടെ സീനിയർ ആയിട്ടുള്ള ആളെ വിളിച്ചു ചോദിച്ചു ഇതെന്തുവാണ് ഈ സംഭവം എന്നൊക്കെ. ആൾ പറഞ്ഞ നോൺസെൻസ് ആണെന്ന് പറഞ്ഞു ബേസിക്കലി. അതായത് ലിങ്ക്ഡിൻ ഇവിടെ ഗുഡ്ഗാവിലെ എൻ്റെ ഓഫീസ്. അതേപോലെ തന്നെ ഈ ചാറ്റ് GPTയെ പറ്റി അദ്ദേഹത്തിന് ആരോ തെറ്റിദ്ധാരണ പറഞ്ഞു കൊടുത്തേക്കുവാണ് ബേസിക്കലി. കാരണം ചാറ്റ് GPT എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പല ഡേറ്റകൾ വരും, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഡേറ്റയുണ്ട്. കാരണം ഇത്ര രജിസ്ട്രേഷൻ വന്നു, ഇത്ര സംഭവം വന്നു. അപ്പം നമ്മളതുമായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നൊരു സംഭവം കയറി ഇത്ര ഉണ്ടായി, അത് കേരളത്തിലാണ് ഇതൊക്കെ ബേസിക്കലി ഗ്രൗണ്ടുമായിട്ട് റിയാലിറ്റി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അച്ഛൻ ഇതിനെപ്പറ്റി ഇത് കേരളത്തിലോട്ട് റിവേഴ്സ് മൈഗ്രേഷൻ വരുന്നുണ്ടോ, അതായത് പ്രൊഫഷണൽസ് കേരളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ, അദ്ദേഹം പറയുന്നതിനെ അച്ഛന് ഏത് രീതിയിൽ കാണുന്നു? ഒന്നാമത് തന്നെ നമ്മളൊരു വിഷ്വൽ തിങ്കിങ് നല്ലതാണ്, നമുക്ക് നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് നല്ലതാണ്. പക്ഷേ അത് റിയാലിറ്റി ആകുക എന്ന് പറയുന്നത് ഒരു ഡേറ്റയിൽ ബേസിലല്ല. ചാറ്റ് GPTയുടെ ഡേറ്റ കിട്ടി ഒരു കാര്യം ചെയ്യാൻ അത് വളരെ ബോധ്യമാണ്, അതൊരാഗ്രഹമാണ്. അത് എപ്പോഴും പറയുന്നു അത് കാരണം നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് പ്രോംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം പറയും ഇവിടെ വരാൻ താല്പര്യമുണ്ടെന്നേ പറയത്തുള്ളൂ. അത്രേ ഉള്ള കാര്യം. അടുത്തത് നമ്മൾ പറഞ്ഞതുപോലെ റിയാലിറ്റിയിൽ യഥാർത്ഥമായിട്ട് ഇന്നിപ്പോഴേ തിരിച്ചു അവർ വരണമെന്ന് റിവേഴ്സ് മൈഗ്രേഷൻ നമുക്ക് 91 നമ്മുടെ ലിബറലൈസേഷനോട് കൂടി തന്നെയാണ് നമുക്ക് അത് വന്നത്, ഒരു റിവേഴ്സ് വന്നത്. അതിന് മുമ്പ് ഇൻഫോസിസ് വന്നു, നമ്മുടെ വെപ്രോ വന്നു, എല്ലാ കമ്പനികളും വരാനായത് ഇവിടെ സാധ്യതകൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഇവിടെ കമ്പനികൾ തുടങ്ങിയത് കൊണ്ടാണ് അവർക്ക് വരാനും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധിച്ചത്. ഇപ്പോഴും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാര്യം പറഞ്ഞാൽ ഇപ്പൊ താരിഫ് എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് നമുക്ക് വേണേൽ പറയാം ആൾക്കാർ അവിടെ അങ്ങനൊന്നുമില്ല. അമേരിക്കൻ സൈക്കോളജി മലയാളിക്കോ ഇന്ത്യക്കാരനോ ഉള്ളത് അവരെല്ലാം സെറ്റിൽഡ് ആൾക്കാരാണ്. നമ്മൾ ഗൾഫിൽ പോകുന്ന പോലെ അല്ല. ഗൾഫിൽ പോകുന്നവർക്ക് എന്നതിന് സ്വന്തം നാട്ടില് നമ്മുടെ ഇവിടെ നമുക്ക് ഒരു വീട് വേണമെന്ന് നമ്മൾ പറയുന്ന പോലെ അല്ല. അമേരിക്കയിലുള്ളവർ അവിടെ വീട് മേടിക്കാതെ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഇവിടുത്തെ വീടൊക്കെ ഉണ്ടെന്ന് പറയുന്നതും വല്ലപ്പോഴും അറിയാമെന്നാണ്. അല്ല അച്ഛൻ, ഞാൻ ഇടപെടുക. എനിക്കറിയാവുന്ന പല ആൾക്കാരും, ഞാൻ ഈ അച്ഛൻ്റെ ആ ഭാഗം പത്തനംതിട്ട വെൽറ്റി എന്നുള്ള ആളാണ്, പത്തനാപുരംകാരന്. അപ്പോൾ ഇവിടെ എനിക്കറിയാവുന്ന പല എൻ്റെ ബന്ധുക്കളാണെങ്കിലും അവിടെയുള്ള പല ആൾക്കാരും ബേസിക്കലി അവരിവിടുത്തെ സ്ഥലമെല്ലാം അങ്ങ് ഡിസ്പോസ് ചെയ്തങ്ങ് പോയി. അതൊരു വലിയ റിയാലിറ്റി. അവരിനി തിരിച്ചു വരുന്ന അച്ഛൻ ധരിക്കുന്നുണ്ട്? ഒരിക്കലും
അവർ വരണമെന്നുണ്ടെങ്കിൽ അവിടെ കൊച്ചുമക്കൾ പറയുന്ന കാര്യം എനിക്ക് അവളെ കൃത്യമായിട്ട് അറിയാം. ഞാൻ കൊച്ചു പിള്ളേർക്കൊക്കെ ചോദിക്കും, മക്കളെങ്കിൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്ന വാക്ക് എന്നാണെന്നറിയോ? ഞാൻ ടൂറിന് വരാം, ടൂറിന് പോകാം. അതവർ പറയുള്ളൂ. അവർ എനിക്കൊരു വെക്കേഷൻ മാത്രമായിട്ട് അവർ കേരളത്തെ കരുതുന്നത് അതേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരിവിടെ ഒന്ന് സെറ്റിൽ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ മക്കള് അതുകൊണ്ടാണ് ഇവിടെ ടൂറിസം പിന്നെയും നടക്കും, ടൂറിസത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് നടക്കും. കാരണം ഇത് കുറച്ചുകൂടെ നന്നാക്കി ക്ലീൻ ആയിട്ടുള്ള കേരളം ഡെവലപ്പ് ചെയ്താൽ ദർ ഇസ് എ ബിഗ് പോസിബിലിറ്റി. അത് എൻ്റെ അപ്പൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ ശവക്കട്ട കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഉള്ളു, അത്രേ ഉള്ളു. അച്ഛൻ്റെ കാര്യം അറിയാം. ഞാൻ അടുത്തൊരു കാത്തലിക് സഭയുടെ അച്ഛൻ പറയുവാണ്, പണ്ട് എന്നോട് എൻ്റെ സുഹൃത്താണ് അച്ഛൻ പറഞ്ഞത്, പണ്ട് ആൾക്കാർക്ക് ഈ കല്ലറ, കാരണം കുടുംബ കല്ലറ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കല്ലറയും താല്പര്യമില്ല, അവരുടെ മക്കളൊക്കെ പോയി. ഇപ്പം കല്ലറ ഒഴിഞ്ഞു കിടക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു കല്ലറ ഇപ്പം വാടകയ്ക്ക് കൊടുക്കാൻ നടക്കുമെന്ന് തോന്നുന്നു. അത്ര അത് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അത് വളരെ കറക്റ്റായിട്ടാണ്. ഇതാണ് യഥാർത്ഥമായിട്ട് ഒരു ഒക്കേഷനായിട്ട് എടുത്താൽ മതി, ഒരു റിയാലിറ്റി അല്ല, ഒരു ഒക്കേഷനായിട്ട് എടുത്താൽ മതി. റിയാലിറ്റി ആണെങ്കിൽ നമ്മൾ പറയാണ് ഗവൺമെന്റ് ഇപ്പം മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് വളരെയധികം അങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് ചിന്തയുണ്ട്. അതായത് എങ്ങനെയാണ് ഇവിടെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പം മധുസ്വാമിനോട് സംസാരിക്കാനിരിക്കുന്ന ഒരു കാര്യത്തിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഗൂഗിളിന്റെ ക്ലൗഡിന്റെ സിഇഒ ക്ലൗഡിന്റെ സിഇഒ തോമസ് കുരുവിള ഇപ്പോഴും കേരളത്തിൽ ഇന്ത്യയിലുണ്ട്. അദ്ദേഹമാണ് ആന്ധ്രയിലെ ബില്യൺസ് ആണ് 15 ബില്യൺ എയുടെ ഡാറ്റാ സെന്റർ. ഈ ഡാറ്റാ സെന്റർ കേരളത്തിൽ ഒരെണ്ണം കിട്ടണമെന്ന് ആഗ്രഹിച്ച വളരെ നല്ല, ഇവിടുത്തെ മൂന്നാർ പോലത്തെ പ്രദേശവും അതുപോലെ തന്നെ ഹൈ റേഞ്ചില് വെറുതെ സ്ഥലം കിടക്കുന്നതെല്ലാം ഗവൺമെന്റ് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കാമെങ്കിൽ അവർ നല്ല കൂൾ അറ്റ്മോസ്ഫിയർ ആണ്, അവരെ ആളുകൾ വന്ന് താമസിക്കുകയും ചെയ്യും. അവർക്ക് ഇത് ഡാറ്റാ സെന്ററിന് അവിടെ അല്ല, അച്ഛനോട് പറ, അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമൊന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു ഡ്രീം എന്നല്ലാതെ അതിൻ്റെ റിയാലിറ്റി ഒന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുമെന്നിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് എനിക്കറിയാവുന്ന വസ്തുതയുണ്ട്. അമേരിക്കയിലാണെങ്കിൽ പലയിടത്തും ഡൽഹിയിലും ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി അവർക്കൊരു ഓഫീസുണ്ട്. അപ്പം നിരന്തരമായിട്ട് അല്ല, കേരളം ചെയ്യേണ്ടത് അതാണ്. ആ ലൈസനിങ് ആണ് അത്യാവശ്യം. അല്ല, ചന്ദ്രബാബു നായിഡുവിന് ഓഫീസുണ്ട്, കാലിഫോർണിയയിലുണ്ട്, ഇവിടെ സാൻ ഫ്രാൻസിസ്കോയിൽ അവരുടെ ഓഫീസുണ്ട്. അപ്പം അവിടെ ചെയ്യുന്ന പല തെലുങ്കന്മാരും ചേർന്നൊരു ഓഫീസുണ്ട്. അവരാണ് ആൾക്കാരെ ഈ ലോബിങ് ചെയ്ത് ക്യാൻവാസ് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഇവിടെ കേരളത്തിൽ നിന്ന് ഞാൻ മോശമായിട്ട് പറയല്ല, അച്ഛനെ CPM നല്ല ബന്ധമാണ്. ഇവിടെ ഈ മലയാളി പരിപാടിക്ക് അവിടെ മറ്റേ 24/7 എന്ന് പറഞ്ഞ സ്റ്റോർ നടത്തുന്ന മലയാളി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് ഇവരുടെ ധാരണ. അതൊക്കെ അവരൊക്കെ വന്നിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും പടം എടുക്കുകയും ഫോട്ടോ ഓപ്സ് നടത്തിയിട്ട് അവരെന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ, അവരെ ഇവിടുന്ന പണം. അതെ, നമ്മളിപ്പം അറിയേണ്ട കാര്യം, ഈ തോമസ് കുരുവിള പാമ്പാടിക്കാരന്, ജനിച്ച് കോട്ടയം പാമ്പാടി ഉള്ളതാണ്. പുള്ളി കോഴഞ്ചേരിയിലും പുള്ളിക്ക് എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ഈ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ ഇവിടുത്തെ മിനിസ്റ്റർ വിചാരിച്ചായിരുന്നെങ്കിൽ. അച്ഛൻ, ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇന്ന് വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഈ ടെക്നോളജി ആയിട്ട് ഗ്ലോബലായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ആലപ്പുഴ വള്ളക്കളിക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഓണത്തിന്റെ വലിയ ഇവന്റാ. ലോക മലയാളി സമ്മേളനവും അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് കോടികൾ കൊടുക്കുമ്പം ഈ പുള്ളിയെ തോമസ് കുരുവിള ഈസ് ദ CEO ഓഫ് ഗൂഗിൾ. അതിന്റെ അത്രയും വലിയ കഴിവുള്ള ആള് തോമസ് കുര്യൻ അദ്ദേഹമാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ നമ്മൾ വളരെ കാര്യമായിട്ടെടുത്ത് എന്ത് വ്യത്യാസം വരും അപ്പോഴത്തേക്കുറിച്ച് നമ്മള് ടെക്കിന്റെ വേൾഡിലേക്ക് കൊണ്ടുവരും. അല്ല, അതിനേക്കാൾ ഒരു ഭയങ്കര മെസ്സേജ് ഇല്ലേ കൊടുക്കുന്നേ? അതെ, മെസ്സേജ്. അപ്പൊ ഇങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇവിടെ നമുക്ക് ഇത്രയും ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം ജോയി ആലുക്കാസോ ആയിക്കോട്ടെ, AG എബ്രഹാം ആയിക്കോട്ടെ, നമ്മൾ പറയുന്നത് നമ്മുടെ യൂസഫ് അലി ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. കാരണം എന്ന് വെച്ചാൽ
there are people with them. പക്ഷെ ഞാൻ ഇതിൻ്റെ അത് ചില ആൾക്കാരോട് സംസാരിച്ചപ്പോഴ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവർക്കൊന്നും കേരളത്തിൽ ഒരു കോൺഫിഡൻസും ഇല്ല. നാളെ എന്താകുമെന്ന് അവർക്ക് ഭയമാണ്. പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ച്, ഈ പറയുന്ന ഗുജറാത്തിനെ സംബന്ധിച്ച് അവർക്ക് വളരെ കോൺഫിഡൻസ് ആണ്. ഇതൊരു വലിയ റിയാലിറ്റിയാണ്. ഇത് പി രാജീവ് ആണെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇവർക്കൊന്നും കോൺഫിഡൻസ് ഇല്ല. ഈ പറയുന്ന ഒരു ഭയമാണ് ബേസിക്കലി. ഈ മലയാളീസ് അസോസിയേഷൻസ് ഒരുപാടുണ്ട്. അതെല്ലാം ഓണാഘോഷ കമ്മിറ്റി, അധികം മലയാളി അസോസിയേഷൻ, പല ആൾക്കാരും റിട്ടയർ ചെയ്ത് തൊഴിലില്ലാതെ വീട്ടിൽ ഇരുന്ന് പാർട്ട് ടൈം ജോലി ചെയ്യുന്നവനൊക്കെയാണ് അധികവും. ഞാനവരെ മോശമായിട്ട് പറയുമൊന്നുമല്ല. ഇപ്പോൾ പള്ളിയായിട്ട് കിടക്കാൻ അവർക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ മക്കളെ കല്യാണം കഴിക്കാൻ കൊടുക്കും ഒരു അസോസിയേഷൻ എന്ന് മാത്രമുള്ള എല്ലാവരും സ്റ്റേജിൽ. അല്ലാതെ ഈ പറയുന്ന സംഭവമൊന്നും, ഈ ഗ്ലോബൽ മലയാളി സഭ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളതൊരു ഡെപ്തായിട്ട് ആലോചിക്കുവാണ്. ഇതിനകത്ത് വന്നു ചേരുന്ന മുഴുവനും ആൾക്കാരും ഇവർക്കൊരു ടെമ്പററി ആയിട്ട് വരുന്നതല്ലേ ഉള്ളൂ. അവർക്കിവിടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ തോളെ കൈയിടണം, അതൊരു ഫോട്ടോ എടുക്കണം, സോഷ്യൽ മീഡിയ ഇടണം എന്നല്ലാതെ വേറെ ഈ പറയുന്ന സോളിഡ് ആയിട്ടുള്ള ഐഡിയ. ഞാനവരെ കുറ്റം പറയുമല്ലോ, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടായോ? അതിനെ അല്ലെങ്കിൽ അവർ സീരിയസ് ആയിട്ടുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്, മാതൃഭൂമി വരികയും ചെയ്തതാണ്, ഒരു ഹൈബ്രിഡ് എക്കോണമി ഡെവലപ്പ് ചെയ്യണം. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് മണി ഓർഡർ എക്കോണമി ആയിരുന്നല്ലോ. പണ്ട് കാലത്ത് നമ്മുടെ ആൾക്കാരെ ബോംബെയിൽ നിന്നും ഒക്കെ ആളിനെ കൊണ്ട് ആൾക്കാർ പൈസ തരുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ, അതുപോലെ മിലിറ്ററിയിൽ ജോലി ചെയ്തവരൊക്കെയാണ് അന്നുകൊണ്ട് മണി ഓർഡർ വരണമെന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. ഒരു ആഴ്ച, ഒരു മാസം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ്, ഗൾഫിൽ പോയപ്പോഴത്തേക്കാണ് നമ്മൾ പറഞ്ഞത് ഈ നമുക്ക് എക്കോണമി ഇങ്ങനെ വന്നത്. നമുക്ക് യഥാർത്ഥമായത് ഗൾഫിലുള്ള ആൾക്കാരുടെ ഉള്ളൊരു മണി വന്നു. അപ്പോഴത്തേക്കാണ് നമ്മൾ പറഞ്ഞത് അതിൽ നിന്ന് മാറുക. കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയിലുള്ളവരും ഗൾഫിലുള്ളവരുടെയും മാതാപിതാക്കളൊക്കെ മിക്കവാറും ഒക്കെ മരിച്ചു. അപ്പൊ ഇനിയിപ്പോ അവർ ആ പണമൊക്കെ അവർ ഇങ്ങോട്ട് എടുക്കുന്നില്ല, അവരിനി അങ്ങോട്ട് അയക്കുന്നില്ല. അപ്പം ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദെയർ ഓൺ കൺട്രി, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾക്ക് പോവുകയാണ്. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത്ര വലിയ അട്രാക്ഷൻസ് വെക്കണം. അതുമല്ല എനിക്ക് തോന്നുന്ന അനുസരിച്ച് എൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുന്നത്, കേരളത്തിലോട്ട് വരുന്ന ഇവരുടെ പേരൻസ് മരിച്ചു, മറ്റുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തു, അവിടുന്ന് പോയി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വരുന്ന ആ ഇൻഫ്ലോ ഉണ്ടല്ലോ മിഡിൽ ഈസ്റ്റ്, അതങ്ങ് കുറയും, ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്യും. അതായത് കേരളത്തിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അത് ഭയങ്കരമായിട്ട് ബാങ്കുകളെ ബാധിക്കും. അത് ബേസിക്കലി എൻ്റെ ഒരു ധാരണയാണ്. കാരണം ഇത്രമാത്രം ആൾക്കാരില്ലാതായല്ലോ. അതെ, പിന്നെ അതാണ് ഇതിന്റെ, അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പോലും സാധിക്കത്തില്ലാത്ത പോലായി. അപ്പൊ അതാണ് വന്നിരിക്കുന്നത്. കാരണം ആരും ഇല്ലാതെ. അച്ഛൻ പറഞ്ഞൊരു കറക്റ്റ് പോയിന്റ് അത്. അച്ഛൻ ഞാൻ അടുത്ത പോയിന്റിലോട്ട്, ഈ ലിങ്ക്ഡിൻ അതേപോലെ ആൾക്കാർ ഈ പി രാജീവ് പറഞ്ഞ പോലെ ഈ ChatGPT നോൺസെൻസാ പുള്ളി പറഞ്ഞ, പുള്ളിനെ പറ്റി പുള്ളിയെ തെറ്റിദ്ധരിപ്പിച്ചാണ്. ഈ ലിങ്ക്ഡിൻ്റെ അകത്ത് പുള്ളി പറഞ്ഞത് ഈ പ്രൊഫഷണൽസ് മുഴുവനും കേരളത്തിലോട്ട് വരുന്നത്. അച്ഛൻ്റെ ധാരണ എന്ത്? ഈ പ്രൊഫഷണൽസ് ആരും തന്നെ ഇപ്പം വരത്തില്ല. അവർക്കൊരു അട്രാക്ഷൻ ചെയ്യാതെ, എനിക്കറിയാവുന്ന പ്രൊഫഷണൽസിനോട് ഞാൻ സംസാരിക്കാറുണ്ട് സ്ഥിരമായിട്ട്, പല കാര്യങ്ങൾക്കായിട്ട് വിളിക്കുന്നു പറഞ്ഞാൽ അവരെല്ലാം പറയുന്നത്, അച്ഛൻ എന്തെങ്കിലും ഐഡിയ വേണമെങ്കിൽ അച്ഛന് ഞാൻ പറഞ്ഞുതരാം, അല്ലാതെ ഞാൻ ചോദിച്ചു ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്കാർക്കും അങ്ങനൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല. ഈ ബേസിക്കലി പുള്ളിക്ക് പ്രോപ്പറായിട്ട് റിസർച്ച് ടീം ഇല്ലാത്തതിന്റെ പേരിൽ പുള്ളി അടിച്ചുവിടുന്ന കഥയല്ലേ ഇതൊക്കെ? അതെ, റിസർച്ച് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാണ് നമ്മുടെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്. ഇപ്പൊ അവിടുത്തെ ഇപ്പോഴുള്ള എക്സ്പാൻഷൻസ് ഒരുപാടുണ്ട്. ഈ എക്സ്പാൻഷൻ ഈ അടുത്തിടയ്ക്കും ഒരു എക്സ്പാൻഷൻസ് നടക്കുന്നുണ്ട്. ഈ എക്സ്പാൻഷൻസിനെ കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയും. അല്ലാതെ നമ്മൾ വേറെ ഇൻവെസ്റ്റ്മെന്റ് അടുത്തതാണ്. ഇപ്പൊ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കും ഒക്കെ തുടങ്ങിയെങ്കിലും അതങ്ങോട്ട് അതിന് എത്തണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വരണമല്ലോ. അതായത് നമ്മൾ സ്ഥലം എടുത്തുകൊണ്ട് കാര്യമാകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ അതുപോലെ നമ്മളിത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള വിൻഡോ ഏതാണെന്നുള്ളത് ആർക്കും വരത്തില്ല.
സിംഗിൾ വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഏത് വിൻഡോ ആണ് ആർക്ക് പിടിയിട്ടിട്ട് ഇപ്പോഴും. കാരണം നമ്മളെ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് വെക്കണം. സ്ഥലമല്ല പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, കേരളത്തിൽ ഇത്ര അത്യാവശ്യമുള്ളൊരു ഒരു നീഡ് ഏതാന്ന് പറയണം. ആ നീഡ് പറയുമ്പോഴത്തേക്കാണ് അതിനുള്ള ഞങ്ങളെ കഴിഞ്ഞ ദിവസം ടോക്സിന്റെയും തുടങ്ങിയ ആ വിഷയം അത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പറഞ്ഞത് 2% തൊട്ട് 0.5% വരെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മണി വരണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും റിസ്ക് പ്രോബ്ലം മാറിക്കഴിയും. ഈ എക്കണോമിക് റിസ്ക് ആണല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത്, ഡെറ്റ് വരുന്നത്, അല്ലെ ക്രെഡിറ്റ് കിട്ടണം. അപ്പൊ ക്രെഡിറ്റ് ബാങ്കുകൾ ഗവൺമെന്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഓരോ പഞ്ചായത്തിലും ക്രെഡിറ്റ് ബാങ്കുകളാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഉള്ള ബാങ്കുകളല്ല ഈ പറഞ്ഞത്. നമ്മുടെ എല്ലാം 10-15% ഒടുക്ക സാധനമായി. അത് എനിക്കത് ഗവൺമെന്റിന്റെ എക്കണോമിസ്റ്റുകൾക്ക് ഇത് ബേസിക്കലി ക്രെഡിറ്റ് ബാങ്കിങ് എന്താന്ന് ഇപ്പോഴും അറിയത്തില്ലല്ലോ. അറിയത്തില്ല. അവിടെ ചിലപ്പോൾ എനിക്ക് ക്രെഡിറ്റ് ബാങ്കിങ് എന്തോ അവർക്ക് ഇന്നും പിടികിട്ടില്ല. എന്തുവാണ് ഈ ക്രെഡിറ്റ് ബാങ്കിങ്? അതിന്റെ ബേസ് ഇന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ വെള്ളത്തിൽ തപ്പുന്നത്. എന്ത് ചെയ്യണം. കാരണം ഞാൻ ഈ ടോപ്പിക്കിലോട്ട് ലിങ്ക്ഡിൻ അതേപോലെ ഞാൻ പല പ്രൊഫഷണൽസിനെ എനിക്കറിയാം, പരിചയമുള്ള മലയാളികളുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പല ആൾക്കാർക്കും ജോലി പോയിട്ടുണ്ട് ബേസിക്കലി. ഇപ്പോൾ ബാങ്കിങ്ങുകൾ ബേർ ചെയ്ത് പല സിറ്റികളിലും 2-3 സ്റ്റേറ്റ് ബാങ്ക് അത് ഒന്നായിട്ട് വരുന്നു. അത്ര പല ആൾക്കാർക്ക് ജോലി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ ടെക്നോളജിയും സെക്ടറിലോട്ട് പല കോർപ്പറേറ്റുകളും മാറിക്കഴിയുമ്പോൾ അവർക്ക് ജോലി പോയിട്ടുണ്ട്. പല മാനേജേഴ്സ് അവരുടെ പോസ്റ്റ് പോയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ പൊതുവെ ജോലി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ജോലി സർവീസ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ മാൻ പവറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ AI പിന്നെ വരികയും ചെയ്തു. അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് VRS എടുക്കുന്നുണ്ട്. കാരണം പോസ്റ്റ് ലീവാണ് ബേസിക്കലി, അല്ല വേറൊന്നുമല്ല. അപ്പോൾ അതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണോ ഈ രാജീവ് പറയാനുണ്ടായ കാരണം? എനിക്കറിയാം പുള്ളിയൻ ഡേറ്റയിൽ നിന്നാണോ പുള്ളി എന്തിലാന്ന് പിന്നെ ലിങ്ക്ഡിൻ ഡേറ്റ അവർക്ക് ആ ഡേറ്റ റിലയബിൾ അല്ല ബേസിക്കലി. നമ്മൾ പറഞ്ഞൊരു കാര്യം. കാരണം വെച്ചാല് നമ്മൾ യഥാർത്ഥമായിട്ട് അതിന്റെ ഒരു ലിങ്കിങ്കാർ ഒരു ഡേറ്റ വെച്ചൊരു ഡേറ്റ തന്നായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കി തരികയാണെങ്കിൽ കൊള്ളാം. അപ്പം മെക്കൻസി ഒരു റിപ്പോർട്ടൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതൊക്കെ നോക്കിയാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. മെക്കൻസിയും ഒക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഡേറ്റ എടുത്തിട്ടാണ് നമ്മുടെ പോളിസി മേക്കേഴ്സിന്, പ്രത്യേകിച്ചും IASർക്കൊക്കെ കൊടുക്കുന്ന ആ ഡേറ്റ എടുത്തു വെച്ചാണ് കേരളത്തിലെ പോലും പോളിസി തിങ്കിങ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മുടെ ഇവിടെ ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവരൊന്നും ഈ കാര്യങ്ങളല്ല ചെയ്യുന്നത്. അവരിപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പഠിപ്പിക്കുന്നതുകൊണ്ട് അവരാരും ഇത് വർക്ക് ചെയ്യുന്ന ക്രിയേറ്റീവായ അച്ഛൻ ബേസിക്കലി അക്കാഡമീഷ്യനാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകാത്ത അമേരിക്കയിലെ പോലെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ കാരണം ഈ എന്തിനാണ് 2 കാര്യത്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഒന്ന്, പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞത് ലോർഡ് മെക്കോളി നമുക്ക് തന്ന വിദ്യാഭ്യാസമുണ്ട്. അത് ഒരു ശിപായിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഇതാണ്, ഒരു ജോബ് കൊടുക്കാൻ. കാരണം അവന് മാനേജരാക്കേണ്ട ഒരു ശിപോയി എന്ന് പറഞ്ഞാൽ ഒരു ക്ലർക്കിന്റെ ലെവലാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ആ വിദ്യാഭ്യാസം മാറ്റിയിട്ടെടുക്കാനായിട്ട് ഈ അടുത്ത 2020 അത് സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് 20 എഡ്യൂക്കേഷൻ പോളിസി ചേഞ്ച് ചെയ്തത്. അത് ബ്യൂട്ടിഫുൾ ഇതാണ്. അത് അമേരിക്കയ്ക്കും ഞാൻ പഠിച്ച യൂറോപ്പിലും ഉള്ളതായ മോഡൽ തന്നെയാണ്. അതിൽ നിന്ന് അവർ 10-50 വർഷം മുമ്പ് ചെയ്തതായ മോഡലാണ്. അതിനകത്ത് ഓൺട്രപ്രണർഷിപ്പാണ് നിൽക്കുന്നത്. എഡ്യൂക്കേഷൻ ഫോർ ജോബ് അല്ല, എഡ്യൂക്കേഷൻ ഫോർ ഓൺട്രപ്രണർഷിപ്പ്. ജോലിക്കാരനല്ല, ജോലി ദാതാവാണ്. അതിന്റെയും ലെവൽ ഇപ്പം മാറിയിട്ട് എഡ്യൂക്കേഷൻ ഫോർ ഇന്നോവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റിയാണ് ഇപ്പോഴത്തെ യഥാർത്ഥ റിസർച്ച് വരേണ്ടത്. അപ്പൊ ഞാനിതായി പറഞ്ഞത്, ഞാൻ ഈ 3 ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്നോവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യമാണ് ഒന്നാമത്തത്. അത് നമ്മൾ എൻവയൺമെന്റ് മാത്രമല്ല പറയുന്നത്, എക്കണോമിക്കലി വി ഹാവ് ടു സസ്റ്റെയിൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ സോഷ്യലി പൊളിറ്റിക്കലി സസ്റ്റൈനബിൾ ആകണം എന്ന് പറയുന്നതാണ് ആ ലെവലിൽ വരുന്നു. ഇതുപോലെ തന്നെ ഇന്നോവേഷൻ
അതായത് വെറുതെ ഇരുന്ന് PhD ചെയ്തിട്ട് ഒത്തിരി PhD, ഏറ്റവും കൂടുതൽ PhD ഉണ്ടാക്കുന്ന ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളാണ്. അതെ അതെ, പക്ഷേ നോ ഡൗട്ട്. ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ പോലും ഒരാൾക്ക്, ഞാൻ എൻ്റെ സ്റ്റുഡൻസിന്റെ ഇടയിൽ 6 പേര് നേച്ചർ പബ്ലിഷ് ചെയ്യും. ഞാൻ അവരോട് അന്ന് ടാർഗറ്റ് കൊടുത്തിരുന്ന ഇതാ. എൻ്റെ ആദ്യമായിട്ടുള്ള കാരൽ കോശിയും എന്നോട് വിളിച്ച് പറയാ, അച്ഛാ ഞാൻ അന്ന് എവിടെയാണെന്ന് ചോദിക്കണം, അവർ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മനിയില, അല്ലാതെ ഇവിടെ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് ചോദിച്ചാല്, ഈ അവര് റിസർച്ച് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഇവിടെ റിസർച്ച് നടത്തുന്നത് എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി, അതായത് കോളേജിൽ ഒരു സാറായിട്ട് UGC നെറ്റിനാണ് കൊടുക്കുന്നത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു PhD ഞങ്ങളുടെ സെന്ററിലെ ഒരാണ്, ആ കുട്ടി ചെയ്തതെന്നു ചോദിച്ചാല്, ഇന്ത്യയില് ഇല്ലാത്ത ഒരു തുമ്പി നമ്മുടെ അതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ യൂറോപ്പിലോ അമേരിക്കയിലോ ആണെങ്കിൽ ആ കുട്ടിക്ക് അന്നേരം തന്നെ PhD കൊടുക്കാം, ബാക്കി പേപ്പറുകളെല്ലാം എഴുതിയാൽ മതി. ഒരെണ്ണം ഈ ഫൗണ്ട് ഔട്ട് എന്നുള്ള കാര്യം അത്രയും കണ്ടുപിടിച്ചോണ്ടില്ലയോ ഏത് തുമ്പിറ്റാണെന്ന് മനസ്സിലാക്കാൻ. അപ്പം ഇവിടെ എന്താ പറയുക, എന്നാലും വേണ്ട, ഇവർക്ക് എവിടെ നിന്നൊക്കെ എഴുതിയ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചാല്, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഈ അവരുടെ റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ടാണ്, അല്ലെങ്കിൽ ഇതുവഴിയായിട്ട് അടുത്ത് എന്താണ് വരുന്നത്. നമ്മളിവിടെ ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇനിയൊന്നും പോകേണ്ടതെന്ന് ആവശ്യമില്ല. കാരണം ഇപ്പം കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് സാറിനെ നിർത്തണ്ട. കാരണം ഇന്ന് യൂട്യൂബിൽ കിട്ടും, എവിടെ നിന്നും കിട്ടും, ഏത് പവർ പോയിന്റിൽ നിന്നും കിട്ടും. നമുക്ക് നോളജ് ഈസ് അവൈലബിൾ. ബേസിന്റെ ആവശ്യം പണ്ട് സാറിന്റെ കയ്യിൽ സാറിന്റെ നോട്ടായിരുന്നു നമ്മുടെ വലിയ സംഭവമായിട്ട് കണക്കാക്കിയത്. ഇപ്പം സാറിന്റെ നോട്ട് കാണുമ്പം എല്ലാവരും പറഞ്ഞ സാറേ അത് ഗൂഗിളിലുണ്ട്, അതുണ്ട് സാറ് പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ ഈ പൈപ്പാനും പറയുന്നത് അപ്പൊ ചാറ്റ് GPT അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നോട്ടുകൾ വരുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യത്തിന് എത്ര പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഇങ്ങനല്ല എന്ന് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടാണ്. അതെ. അപ്പൊ ഇവിടെ വരുന്ന നമ്മൾ ഇന്നോവേറ്റീവായിട്ട് അവരോട് സംസാരിച്ച്, നമ്മളിപ്പോ പറയാതെ എന്നിടെ പറയാണ്, ഇവിടെ നമുക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ താരിഫിന്റെ പ്രോബ്ലം ആകാം, നമ്മുടെ ട്രേഡിന്റെ പ്രോബ്ലംസ് ആകാം, നമുക്കെല്ലാം ഉണ്ട്. ഇന്ത്യയിൽ ഇത്രയും മാൻ പവറും ഉണ്ട്. ഇത്രയും മാൻ പവറിനെ എങ്ങനെ ഇവിടെ കണ്ടെയ്ൻ ചെയ്യണോ? അപ്പൊ നമുക്ക് എല്ലാവരും ഗവൺമെന്റ് സഹകരിക്കുന്ന നമുക്ക് ഇവിടുന്ന് നഴ്സുമാരെ എല്ലാം കയറ്റി അയക്കാം. ഇവിടുത്തെ ഹോസ്പിറ്റൽസിന് ചെയ്യേണ്ടതല്ല, വെറുതെ അവർ പൊക്കോട്ടെ, ഒന്ന് പോകാൻ സാധ്യതയുള്ളവർ നമുക്ക് ഇഷ്ടം പോലെ ആവുണ്ട്, അതൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ യഥാർത്ഥ കഴിവുള്ള ഡോക്ടർ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ഡോക്ടർ അറിയാതെ. അപ്പൊ നമ്മുടെ കൂടെ സയന്റിസ്റ്റുകൾ ISRO ഉണ്ടായത് എങ്ങനെയാ? ISRO അത്രയും ഓപ്പൺ ആയിട്ട് കൊടുത്തത് കൊണ്ടാണ് ISROയിലൂടെ എല്ലാം ഡെവലപ്പ് ചെയ്ത്. ഇതുപോലെ തന്നെ ഓരോന്നും ഉണ്ടാകാമായിരുന്നു. അവിടെ പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഇല്ലായിരുന്നു. എല്ലാ വെർട്ടിക്കൽസിലും ഓരോ നമുക്ക് ചെയ്യാമായിരുന്നു, ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാമായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ സോഹോ എന്ന് പറഞ്ഞ മറ്റേ വെമ്പു എന്ന് പറഞ്ഞ ആള്, കാരണം ഞാൻ നേരത്തെ അതിന്റെ എടുത്തിട്ടുണ്ട്, പുള്ളി ഒരു സാധനം കോപ്പി ചെയ്തതാണ് മൈക്രോസോഫ്റ്റ്. അതിനെന്ത് പ്രോഡക്റ്റ് വാല്യൂ ഉള്ളത്? അതാണ് ബേസിക്കലി ഇന്ത്യയുടെ ബേസ്. ഈ ഇന്ത്യക്കാർക്ക് പിടികിട്ടുന്നില്ല എങ്ങോട്ടാണ് ഇത് പോകേണ്ടതെന്ന്. ഇവിടാണ് നമ്മള് വളരെയധികം റിസർച്ച് ഗ്രൂപ്പ്, അതായത് ഓരോ യൂണിവേഴ്സിറ്റിയും ഒരു യുണീക്ക്നെസ് ആയിട്ടുള്ള കൂടിയാണ് ഇറങ്ങേണ്ടത്. എല്ലാവരുടെ കൂടി എല്ലാം ചെയ്യണ്ട. ദർ ഇസ് നോ നീഡ്. ഇപ്പൊ ഇത്രയും കോളേജുകൾ വന്നിട്ടുണ്ട്, ഇപ്പം എല്ലാം ഓട്ടോണമസ് ആയി. ഒരു കോളേജിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ പിള്ളേരില്ല ആവശ്യമില്ല. ഈ എയ്ഡഡ് കോളേജസിൽ ഇന്ന് ആളില്ല. ഞാൻ പറയുന്ന അറിയപ്പെടുന്ന 70 വർഷമായതും 100 വർഷമായത് കോളേജുകളുടെ പല കോഴ്സുകളും ഒബ്സലേറ്റാണ്. അപ്പൊ ഇവര് അയ്യോ, അപ്പം പിന്നെ അങ്ങനെ പിന്നെ കുട്ടികളാണെങ്കിലും ഒരു പേര് കേൾക്കുമ്പോഴത്തേക്ക് അതിലേ ഓടുക. അപ്പോഴത്തേക്ക് എന്നാ പറയുന്നത്, ഇവിടെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നത് പോലെ പഠിക്കുന്ന. അത് ബന്ധപ്പെട്ട അച്ഛനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഇന്ത്യക്കാരുടെ അമേരിക്കൻ ഡ്രീം, പ്രത്യേകിച്ച് മലയാളികളുടെ അമേരിക്കൻ ഡ്രീം, എന്താ ഇത് കുറയാത്ത കാര്യം? അത് ഒരിക്കലും കുറയത്തില്ല. മനുഷ്യന്റെ പ്രതിഭാസത്തിന്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധ്യതകളായിട്ടുള്ള പവർ അത് തന്നെയാണ്. നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ തുടങ്ങി
വന്നവരാണെങ്കിലും നമ്മളെന്നും എന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അവിടെ ഇന്ത്യക്കാർക്കും കേരളക്കാർക്കും ഒരു പവർ ഉണ്ട് കേട്ടോ. അതാണ് പണ്ട് കാലത്ത് കടൽ കടന്ന് കൂകുന്ന ഒരു തിന്മയാണെന്ന് റിലിജൻ പറഞ്ഞ സ്ഥലത്ത് ഇന്നിപ്പോഴേ നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിച്ച് മനസ്സിലായി. അതായത് പുറത്തു പോയാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ ഒരു ഗ്ലോബലൈസ് സമൂഹത്തിനകത്തോട്ട് കേരളത്തിനും ഇന്ത്യക്കും ഉണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പോഴെന്റെ ചോദ്യമുണ്ട്, പിന്നെന്തുകൊണ്ട് ഇവർ പോയിട്ട് തിരിച്ചു വരുന്നില്ല? അവര് വരത്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നല്ല സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട്. കാരണം നമ്മളിപ്പം പറഞ്ഞത് ഞാൻ പണ്ട് 14 എഴുതിയ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അത് ആ ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യം കിടക്കുന്നത്. അതായത് കറപ്ഷൻ എവരിവെയർ, എല്ലാ ലോകത്തിലും കറപ്ഷൻ ഉണ്ട്. അമേരിക്കയിൽ കറപ്ഷൻ ഉള്ളത് ലോബി വെച്ചോ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ യൂറോപ്പിൽ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ അഗസ്റ്റോ ഹെലികോപ്റ്ററിന്റെ പേരിൽ അവിടെ പ്രശ്നമുണ്ട്, നമ്മുടെ ഇന്ത്യയിലുള്ളപ്പം തന്നെ. അതേ സമയത്ത് വേറൊരു കാര്യമുണ്ട്, അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോ അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ ₹1 കറപ്ഷൻ ഇല്ല. അവിടെ സർവീസസ് ഉണ്ട്. അപ്പം നമുക്ക് എന്താണെന്നറിയോ, വി ഹാവ് കറപ്ഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. വെറാസ് ഇൻ യൂറോപ്പിലും ടോപ്പ് ലെവലിൽ കറപ്ഷൻസ് ഉണ്ട്. അവർ പിടിക്കാനുള്ള കാര്യങ്ങൾ അവർക്കുണ്ട്. അമേരിക്കയിലും ഉണ്ട്. അമേരിക്കയിൽ നമ്മൾ പോയാൽ നമുക്ക് അവിടെ ഒരു നിയമമുണ്ട്. അതായത് ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ നമുക്ക് പോകാം. അവിടെ വെച്ച് നമ്മൾ പിടിക്കപ്പെട്ടാൽ അല്ലെ നമുക്ക് പിടിച്ചെങ്കിൽ യു വിൽ ആര് പണിഷ് ചെയ്യണം. നമ്മുടെ ഇവിടെ ആണെങ്കിൽ അവിടത്തേക്ക് പോലീസ് നോക്കും ഏത് കളറുകാരൻ ആണ് വന്നിരിക്കുന്നത് നോക്കും. അതനുസരിച്ചാണ് ചെയ്യുന്നത്. സോ ദ കറപ്ഷൻസ് ആർ ദേർ. സോ അവർ ഏറ്റവും അത്യാവശ്യമായിട്ട് കേരളം ചെയ്യേണ്ട ഒരു കാര്യം താഴത്തെ നിലയിലുള്ള കറപ്ഷൻ സീറോ ആക്കുക. അത് നടക്കുന്ന കാര്യമാണ്. അത് ഡ്രീം അല്ലയോ? നമ്മളിത് പറഞ്ഞാൽ ഈ ഡ്രീം എങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുന്നു. ഒരു ഡ്രീം ഷുഡ് ബി ദെയർ. അതെ, നമുക്കൊരു പറയുന്നത്. അപ്പൊ അതായിരുന്നു ഞാൻ ഈ റുപ്പി ടു റീഇൻവെന്റ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിന്റെ കോർ. അതായത് ഡിജിറ്റൈസിങ് ദ മണി സോ ദാറ്റ് പാകിസ്ഥാൻകാർ അച്ചടിക്കത്തില്ല. പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ അച്ചടിച്ചതാണ്. അമേരിക്കയിലുള്ള പേപ്പർ ഒന്ന് പേപ്പറാണ്, നമ്മുടേത് പേപ്പറാണ്. പക്ഷെ വില ഇപ്പം വാല്യൂ ആണ് പ്രധാനപ്പെട്ടത്. ആ വാല്യൂ ഇസ് വെർ ഈസ് ഇറ്റ് ദാറ്റ് വാല്യൂ. അങ്ങനെ ആ പുസ്തകത്തിനകത്ത് ഞാൻ പുസ്തകം വായിച്ചാണ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഐഡിയ. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും കൗണ്ടർ ഫിറ്റ് എന്നൊരു സാധനം ഉണ്ടാവത്തില്ലല്ലോ. ഉണ്ടാകത്തില്ല. ഇപ്പം ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അത് ചെയ്തു. ഈ റുപ്പി ടു റീഇൻവെന്റ് ഞാൻ പറഞ്ഞ ആ വാക്ക് തന്നെ ഉപയോഗിച്ചാണ് ഇപ്പോഴേ നമ്മുടെ റുപ്പി ഒരു ഡിജിറ്റൽ മെറ്റീരിയൽ ആകുക. അങ്ങനെ വന്നാൽ അതുകൊണ്ട് നമ്മള് ഈ ഡിജിറ്റൽ സാധനം കൊണ്ട് പോയാൽ നമുക്ക് പഴം മേടിക്കാം. നമ്മുടെ കാണിച്ചാൽ മതി. നല്ല കള്ളാസ് കൊണ്ട് വരേണ്ട ആവശ്യമില്ല. അതെ അതെ, കള്ളാസ് ഉണ്ടെങ്കിൽ ഇന്ത്യയോ അഴിമതിക്കാരുടെ കയ്യിലിരിക്കുന്നത്. ഇനി അതുകൊണ്ട് നമുക്ക് പറയാമെങ്കിൽ ഇവിടുത്തെ ഇലക്ഷന് എന്നോട് അമേരിക്കയിൽ ഞാൻ ഈ ടോക്ക് കൊടുത്തപ്പോഴത്തേക്ക് അമേരിക്കയിലുള്ളവരും ചോദിച്ചു, ഞങ്ങൾക്ക് അതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഞങ്ങളുടെ ഇവിടെ ഇല്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് 1000 രൂപ കൊടുത്താൽ വോട്ട് മേടിക്കാം. 1000 രൂപ വേണ്ട ഞങ്ങൾക്ക് ഒരാളുണ്ട്. വേറാസ് ഇൻ അമേരിക്ക ഏറ്റവും വലിയ ഹയസ്റ്റ് പൈസ എന്ന് പറയുന്നത് $100 ഉള്ളൂ. അതെ 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 അതെ. 1000 രൂപ നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ വലിയ പർച്ചേസിങ് പവറാണ്. അതെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാനെന്ന് എഴുതിയിട്ടാത്താലും 250 രൂപയ്ക്ക് ആക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് അന്ന് എഴുതിയിട്ടുണ്ട്. ലെസ് കാഷ് സൊസൈറ്റി, കാഷ്ലെസ് സൊസൈറ്റി, ഡിമോണിറ്റൈസേഷൻ. പക്ഷെ ആ ബുക്ക് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഐഡിയ. നമുക്ക് വീണ്ടും ഇതിനെപ്പറ്റി ഡിസ്കഷൻ നടത്താം. ഇപ്പം കാരണം ഒരു ലോങ് ടൈമായി. അപ്പം നമുക്ക് വേറെ നല്ല ടോപ്പിക്കുകൾ ഇതേപോലെ എക്കണോമിയും കേരളവുമായി ബന്ധപ്പെട്ട്, അതേപോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ടാരിഫ്, അതിനെപ്പറ്റിയൊക്കെ അടുത്ത ഒരു ടോപ്പിക്ക് സംസാരിക്കാം. അച്ഛാ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഏറ്റവും ഉള്ളത് മാത്യു ഷോമേല ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. നാഷണലും ഇന്റർനാഷണലും വിഷയങ്ങൾ താങ്കൾ മിക്കവാറും വീഡിയോസ് ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം അത് നമ്മൾ എപ്പോഴും ഗ്ലോബലി വി ആർ കണക്റ്റഡ് ആണ്. ബേസിക് അച്ഛൊരു കാര്യം പറയേ, കഴിഞ്ഞ 15-20 വർഷം കൊണ്ട് ഓരോ ഇന്ത്യക്കാരനും ഗ്ലോബലൈസ്ഡ്. അത് ഗ്ലോബലൈസ്. കാരണം ഗ്ലോബലായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ആൾക്കാരെ അറിഞ്ഞിരിക്കണം, അല്ലെ വലിയ പാടാ.
മുന്നോട്ട് പോകാം. അല്ല, അതും ഇരിക്കണ്ട. നമ്മുടെ വീടുകളിൽ ഇപ്പൊ ഇരിക്കുന്ന വലിയമ്മമാര് മുഴുവൻ മക്കളെ കാണുന്നത് മുഴുവൻ ഈ ഡിജിറ്റലായിട്ടല്ലേ കാണുന്നത്. അതെ, അവിടെ നടക്കുന്ന അമേരിക്കയിൽ നടക്കുന്ന ആ സെക്കൻഡിലെ ഹിറ്റ് തന്നിര വൈകുന്നേരത്തെ ഇപ്പൊ എല്ലാ വീടുകളിലും ടി വി മാത്രമല്ല കാണുന്നത്. ടി വി കാണുന്നില്ല, അത് കാണുന്നത് മക്കള് അവിടെ നിൽക്കുന്നതും ഇവിടെ നിൽക്കുന്നതുമാണ്. യു ചെക്ക് ഇറ്റ്. ഇന്ന് കേരള പ്രദേശത്ത് പ്രത്യേകിച്ച് എനിക്ക് ഇവിടുത്തെ എല്ലാ വീഡിയോ വൈകുന്നേരം പ്രാർത്ഥന പോലെയാണ് ഈ മക്കളെ കാണുന്നത്. മറ്റേ സന്ധ്യാപ്രാർത്ഥനയും മക്കളെ കാണുന്ന ഒരു സംഭവമാണ്. അതിന്റെ കൂട്ടത്തിൽ അവർ പറയുന്നത് എല്ലാ ദിവസവും അപ്പനും അമ്മയും സുഖമാണെന്ന് മാത്രമല്ല, അവരിവിടെ പറയുന്ന കാര്യങ്ങളും അവരുടെ പറയുന്നതും ഈ പറയുന്ന ഇന്ന് ChatGPT എല്ലാവർക്കും ഉണ്ട്. അതെ ഗതിക്കും അതെ അതെ അതെ. വലിയമ്മ അത് കാണുക, എല്ലാം ചെയ്ത് അപ്പൊ ഇതാണ് നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത വേൾഡിനകത്ത് ചെയ്ത ഒരു വലിയ കാര്യം. ഇപ്പൊ ഗ്ലോബലി വി ആർ കണക്റ്റഡ് ആൻഡ് ഗ്ലോബലൈസ്. അത് കറക്റ്റ് ആച്ചാ.